Today we are going to discuss about units and measurements. എന്താണ് മെഷർമെൻറ്റ്സ്, എന്താണ് യൂണിറ്റ്സ്? നമുക്ക് നോക്കാം. നമുക്കൊരു പെൻസിലിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പെൻസിലിൻ്റെ അടുത്ത് ഒരു സ്കെയില് കൊണ്ടുവന്ന് വെച്ചിട്ട് ആ പെൻസിലിൻ്റെ ലെങ്ത്ത് നമ്മൾ മെഷർ ചെയ്യുന്നു. കടയിൽ നിന്ന് 1 കിലോ അരി വാങ്ങണം. അപ്പോൾ കടക്കാരൻ എന്താ ചെയ്യുക? ത്രാസിൽ ഒരു പാനിൽ അരി വയ്ക്കുന്നു, മറ്റേ പാനിൽ അതിന് കറസ്പോണ്ടിങ് ആയ വെയ്റ്റുകൾ വെച്ചിട്ട് ഈക്വലൈസ് ചെയ്യുന്നു. അങ്ങനെയാണ് അരിയുടെ മെഷർമെൻറ്റ് അല്ലെങ്കിൽ ആ തൂക്കം എടുക്കുന്നത്. ഇങ്ങനെയാണ് മെഷർമെൻറ്റ് നടത്തുന്നത്. ഇനി ആദ്യത്തെ കേസിലാണെങ്കിലോ, നമ്മൾ ലെങ്ത്ത് മെഷർ ചെയ്യുമ്പോൾ അതിന് ഒരളവ് പറയും. അതിൻ്റെ കൂടെ തന്നെ ഒന്നുകിൽ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മീറ്റർ അങ്ങനെയൊക്കെ പറയും. അതിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസിലാണെങ്കിലോ ഗ്രാം, കിലോഗ്രാം അങ്ങനെ. അപ്പോൾ ഈ എക്സാമ്പിൾസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായി, ആർബിട്രറിയായ ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്ത ഒരു യൂണിറ്റ് നമുക്കുണ്ട്. അപ്പോൾ അതുമായി കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ മെഷർമെൻറ്റ്സും നടത്തുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. എന്താണ് യൂണിറ്റ്? യൂണിറ്റ് ഏതൊക്കെ തരത്തിലുണ്ട്? മെഷർമെൻറ്റ്സ് എങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. മെഷർമെൻറ്റ് ഓഫ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻവോൾവ്സ് കമ്പാരിസൺ വിത്ത് എ സർട്ടൻ ബേസിക് ആർബിട്രറിലി ചോസൻ ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് റെഫറൻസ് സ്റ്റാൻഡേർഡ് കോൾഡ് യൂണിറ്റ്. ഇതാണ് യൂണിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ലെങ്ത്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, മാസ്, ടൈം, ഇതിനൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. ഇത് ഒറ്റയടിക്ക് നമുക്ക് മെഷർ ചെയ്യാവുന്ന യൂണിറ്റ്സ് ഉണ്ട്, അതല്ലെങ്കിൽ ഒന്നിലധികം ക്വാണ്ടിറ്റീസ് വരുന്ന യൂണിറ്റ്സ് ഉണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. നേരെ നമ്മൾ മെഷർ ചെയ്യുന്ന അത്തരം യൂണിറ്റ്സിനെയാണ് ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ബേസ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഒന്നിലധികം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള യൂണിറ്റ്സ് ആണെങ്കിൽ, ഒന്നിൽ നിന്നും ഡിറൈവ് ചെയ്ത് വന്ന യൂണിറ്റ്സ് ആണെങ്കിൽ അത്തരം യൂണിറ്റ്സിനെ നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയും. The units for the fundamental or base quantities are called fundamental or base units. The units of all other physical quantities can be expressed as combinations of the base units. Such units obtained for the derived quantities are called derived units. A complete set of these units, both the base units and derived units, is known as the system of units. ഇനി ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും ഡിറൈവ്ഡ് യൂണിറ്റ്സും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആർ ദോസ് യൂണിറ്റ്സ് വിച്ച് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് എനി അതർ യൂണിറ്റ്. ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആർ ഓൾ ദോസ് യൂണിറ്റ്സ് വിച്ച് ആർ ഒബ്റ്റെയിൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ആൻഡ് ഓർ ഡിവൈഡിങ് വൺ ഓർ മോർ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് with or without introducing any other numerical factor. മൾട്ടിപ്ലൈ ചെയ്യോ ഡിവൈഡ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതിനെയാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. സെക്കൻഡ് പോയിൻറ്റ്, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് cannot be further reduced to elementary level. Derived units can be reduced to its elementary level.
Fundamental units cannot be expressed in terms of derived units, but derived units can be expressed in terms of fundamental units. Only 7 fundamental units exist in metric system or SI system. There exist a large number of derived units in metric system. അപ്പോൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് സിസ്റ്റത്തിൽ ആകെ 7 എണ്ണുള്ളൂ എന്നാണ് പറയുന്നത്. ദേ ആർ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, കെൽവിൻ, മോൾ, ആംപിയർ ആൻഡ് കാൻഡില. ബട്ട് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എക്സാമ്പിൾസ് ഒരുപാടുണ്ട്. സം ഓഫ് ദം ആർ ന്യൂട്ടൺ, ജൂൾ, വാട്ട്, വോൾട്ട്, പാസ്കൽ, സെൽഷ്യസ് എറ്റ്സെട്ര എറ്റ്സെട്ര. ഇനിയിപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ആ ബേസ് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് തന്നെ ഒന്നുകൂടെ കാണാം. ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറൻറ്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. അവയുടെ യൂണിറ്റ്സ് മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ആംപിയർ, കെൽവിൻ, മോൾ ആൻഡ് കാൻഡില. ആൻഡ് ദെയർ സിമ്പിൾസ് ആർ മീറ്ററിന് എം, കിലോഗ്രാമിന് കെ ജി, സെക്കൻഡിന് എസ്, എ ഫോർ ആംപിയർ, കെ ഫോർ കെൽവിൻ, MOL ഫോർ മോൾ ആൻഡ് CD ഫോർ കാൻഡില. കുറച്ച് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും നമുക്ക് പരിചയപ്പെടാം. ഏരിയ, വോളിയം, ഡെൻസിറ്റി, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, വർക്ക്, എനർജി, പവർ, പ്രഷർ. ഈ ക്വാണ്ടിറ്റീസിൻ്റെ സിമ്പിൾസ് ആർ ഗിവൺ ആൻഡ് ദെയർ ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആർ also given. Derived units are meter square for area, meter cube for volume, kilogram per meter square for density, meter per second for velocity, meter per second square for acceleration, N for force, J for work and J for energy, W for power, Newton per meter square for pressure. J stands for joule, W for watt, N for Newton. Okay. ഇനി നമുക്ക് 3 സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് പരിചയപ്പെടാം. ദേ ആർ FPS, CGS ആൻഡ് MKS. ലെങ്ത്, മാസ്, ടൈം ഇവയ്ക്കുള്ള യൂണിറ്റ്സ് ആണ് ഇതിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. FPS-ൽ ഫുട്ട് ഫോർ ലെങ്ത്, പൗണ്ട് ഫോർ മാസ് ആൻഡ് സെക്കൻഡ് ഫോർ ടൈം. ഫുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഫീറ്റ് എന്ന് പറയാറില്ലേ, അടി, ഒരടി, 2 അടി എന്നൊക്കെ പറയുന്ന ലെങ്ത്തിനുള്ളൊരു യൂണിറ്റാണ്. പൗണ്ടും മാസിന് ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റാണ്. ആൻഡ് സെക്കൻഡ് ഫോർ ടൈം. ദെൻ നെക്സ്റ്റ് CGS സിസ്റ്റം. Here centimeter for length, gram for mass and second for time. നമുക്കറിയാവുന്നത് തന്നെയാണ്. ആൻഡ് ഫൈനലി MKS സിസ്റ്റം. മീറ്റർ ഫോർ ലെങ്ത്, കിലോഗ്രാം ഫോർ മാസ് ആൻഡ് സെക്കൻഡ് ഫോർ ടൈം. ഇപ്പോൾ ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് സെൻറ്റർ ഫോർ ഗ്ലോബൽ മെട്രോളജി അംഗീകരിച്ച യൂണിറ്റ്സാണ്. അത് സിസ്റ്റം ഇൻ്റർനാഷണൽ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് SI യൂണിറ്റ്സ് എന്നറിയപ്പെടുന്നു. ഗ്ലോബൽ മെട്രോളജി സെൻറ്ററിൻ്റെ ഒരു ഫിഗറാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി നമുക്ക് 7 ബേസ് SI യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടത് തന്നെയാണ്. SI യൂണിറ്റ്സ് എന്ന പേരിൽ നമ്മൾ ഈ ബേസ് ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സിനെ പരിചയപ്പെടാം. ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ, ഇലക്ട്രിക് കറൻറ്റ്, amount of substance and luminous intensity. And their units meter for length, kilogram for mass, second for time, Kelvin for temperature, ampere for electric current, mole for amount of substance and candela for luminous intensity. ഇവയുടെ സിമ്പിൾസും നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടതാണ്. M for meter, kg for kilogram, S for second, K for Kelvin, A for ampere, MOL for mole
ആൻഡ് CD ഫോർ കാൻഡില. 2 സപ്ലിമെൻ്ററി യൂണിറ്റ്സ് കൂടിയുണ്ട്, ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ. ആംഗിളിൻ്റെ യൂണിറ്റ് ഈസ് റേഡിയൻ ആൻഡ് ഇറ്റ് സിംബൽ ഈസ് RAD. സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് ഈസ് സ്റ്റെറേഡിയൻ ആൻഡ് ഇറ്റ് സിംബൽ ഈസ് SR. പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ് റേഡിയൻ എന്ന് നമ്മൾ നേരത്തെ എക്സ്പ്രസ് ചെയ്തല്ലോ, അതൊന്ന് പരിചയപ്പെടാനാണ് നമ്മൾ ഈ ഫിഗർ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ആംഗിളിന് ഡിഗ്രി എന്നൊരു യൂണിറ്റ് മാത്രമാണ് നേരത്തെ പരിചയപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ആർക്ക് ലെങ്ത് കൂടെ കൺസിഡർ ചെയ്യുമ്പോഴാണ് നമ്മൾ റേഡിയൻ എന്ന യൂണിറ്റ് കൺസിഡർ ചെയ്യുന്നത്. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്ന കൺസെപ്റ്റിൽ നിന്നാണ് റേഡിയൻ എന്ന യൂണിറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി സോളിഡ് ആംഗിളിന് സ്റ്റെറേഡിയൻ എന്നൊരു യൂണിറ്റ് കൂടെ പറഞ്ഞു. അതിൻ്റെ ഒരു കൺസെപ്ച്വൽ ഐഡിയ എന്താണെന്ന് നോക്കാം നമുക്ക്. നമ്മൾ ഐസ്ക്രീമിൻ്റെ കോൺ നമുക്ക് ഫെമിലിയർ ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ സ്പേസ് ഇൻക്ലൂഡഡ് ഇൻസൈഡ് എ കോണിക്കൽ സർഫസ് എന്നാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ സോളിഡ് ആംഗിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഫിഗറിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. സോളിഡ് ആംഗിൾസ് കം അബൌട്ട് വെൻ ദ കൺസെപ്റ്റ് ഓഫ് പ്ലെയിൻ ആംഗിൾസ് ഈസ് എക്സ്റ്റെൻഡഡ് ഇൻ ടു ദ 3 ഡയമെൻഷണൽ സ്പേസ്. അതായത് പ്ലെയിൻ ആംഗിൾ തന്നെ 3 ഡയമെൻഷനലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സോളിഡ് ആംഗിൾ എന്ന് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ.